തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ആളുമാറി ശസ്ത്രക്രിയ നടത്തിയെന്ന ഗുരുതര വീഴ്ചയാണ് ഇന്നത്തെ ക്രൈമിലെ ആദ്യ കാഴ്ച. മറ്റൊരാളുടെ സ്കാനിംഗ് റിപ്പോർട്ട് ഉപയോഗിച്ച് 22-കാരിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. യുവതിയുടെ അമ്മ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവം ആരോഗ്യവകുപ്പ് സെക്രട്ടറി അന്വേഷിക്കും. കഴിഞ്ഞ മാസം 29-നാണ് കല്ലയം സ്വദേശിനിയായ നീതുവിനെ വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഗൈനക്കോളജിസ്റ്റിന്റെ പരിശോധനയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ഈ മാസം 5-ന് CT സ്കാൻ ചെയ്തു. സ്കാനിംഗ് റിപ്പോർട്ടിൽ ഗർഭാശയത്തിൽ മുഴ കണ്ടതിനാൽ RCCയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. RCCയിലെ ഡോക്ടർ പരിശോധിച്ച ശേഷം ഉടൻ സർജറി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് SITയിലെ അസിസ്റ്റന്റ് ഡോക്ടർ യുവതിക്ക് അർബുദമാണെന്നും ഗർഭാശയം ഉടൻ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഈ മാസം 16-ന് യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസം യുവതിയുടെ സഹോദരൻ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് റിപ്പോർട്ട് മാറിയതായി കണ്ടെത്തിയത്. ഞങ്ങൾ മാഡത്തെ കണ്ട് കാര്യം പറഞ്ഞതുകൊണ്ട് യൂട്രസ് നീക്കം ചെയ്യാതെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം മാഡം വെളിയിൽ വന്നിട്ട് പറഞ്ഞു നീതുവിനെ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നീതുവിന് ഒരു പ്രശ്നമില്ല. ഓപ്പറേഷൻ ചെയ്യാൻ നേരം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പോലും ഒന്നും എടുക്കാനില്ല നീതുവിനെ ഓപ്പറേഷൻ ചെയ്തിട്ട്. അർബുദബാധിതയായ മറ്റൊരു യുവതിയുടെ സ്കാനിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 22-കാരിയായ നീതുവിനെ ഓപ്പറേഷന് വിധേയമാക്കിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ SITയിൽ കടുത്ത പ്രതിഷേധമുണ്ടായി. നാട്ടുകാരും DYFI പ്രവർത്തകരും SITയിലെത്തി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. തുടർന്ന് സംഭവമറിഞ്ഞ് V. ശിവൻകുട്ടി MLA SITയിലെത്തി സൂപ്രണ്ടുമായും യുവതിയുടെ മാതാപിതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. യുവതിയുടെ മാതാവ് പേരൂർക്കട പോലീസ് സ്റ്റേഷനും സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. SIT സംഭവം ആരോഗ്യവകുപ്പ് സെക്രട്ടറി അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. മനുഷ്യജീവന് യാതൊരു വില നൽകാതെ രോഗികളോട് തികഞ്ഞ അനാസ്ഥയോടെ പെരുമാറുന്ന ഈ രീതി അപലപനീയം തന്നെയാണ്. ദൈവത്തിൻ്റെ കൈ കരാളഹസ്തമായി മാറുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത്. ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയെ കാറ്റിൽ പറത്തിയുള്ള ഈ നടപടി ആതുര സേവനം തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. SITക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ ജോർജി S. ജോണിനൊപ്പം മെറിൻ മേരി ചാക്കോ. കേരളത്തിലേക്ക് വീണ്ടും കുട്ടിക്കടത്ത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ അന്യസംസ്ഥാനക്കാരായ കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് രക്ഷപ്പെടുത്തി. 2 അനാഥാലയങ്ങളിലേക്ക് കടത്താൻ ശ്രമിച്ച കുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇനി. രാവിലെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെത്തിയ നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് കുട്ടികളെ എത്തിച്ചത്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് കുട്ടികൾ. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി. തുടർന്ന് സ്ഥലത്തെത്തിയ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇവർക്ക് മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തി. DYSP N. രാജേഷ്. ഇവരെല്ലാം ഇന്റർ സ്റ്റേറ്റ്, അതായത് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. ഇവർക്ക് ശരിക്കും ഇവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നിർണ്ണയിക്കേണ്ടത് അവരവരുടെ സ്റ്റേറ്റിലെ CWC ആണ്. നെട്ടൂരിലെ ഗദ്ജുത്തുൾ ഗുബ്ര ഓർഫനേജിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇവർ ഇവിടെ പഠിക്കുകയാണെന്നും ഇതിനുള്ള രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുമാണ് ഇവരുടെ വാദം. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിൽ പരിപൂർണമായി ക്ലിയറാണ്. അതുകൊണ്ട് ഇനി ഇവർ ബന്ധപ്പെടുന്ന ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ബന്ധപ്പെടുന്ന എന്ത് രേഖകളാണ് ഇവർക്ക് ഹാജരാക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ പറഞ്ഞിട്ടുള്ള ഏകദേശം എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിൽ ക്ലിയറാണ്. വെള്ളിയാഴ്ച ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ രേഖകൾ ഹാജരാക്കാനാണ് ഇപ്പോൾ ചൈൽഡ് ലൈൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുവരെ കുട്ടികളെ ചൈൽഡ് ലൈൻ വിവിധ ഓർഫനേജുകളിലായി സംരക്ഷിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എഞ്ചിനീയറിംഗ് കോളേജ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജയേഷും കൂട്ടരും ഇടുക്കിയിലും നടത്തിയ സമാന തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഇടുക്കി പാമ്പാനാറിൽ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ആരംഭിച്ച് കോടികൾ പലരിൽ നിന്നായി തട്ടിയെടുത്തുവെന്നാണ് പരാതി. പരാതികൾ തേച്ചു കളയാൻ തനിക്കെതിരെ പരാതി നൽകിയവരെ കള്ളക്കേസിൽ കൊടുക്കാനും അന്ന് ജയേഷിന് കഴിഞ്ഞു. ഇയാളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പാമ്പനാറിൽ തുടങ്ങിയ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലാണ് മറ്റൊരു തട്ടിപ്പ് നടന്നത്. ബിർള ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് വ്യാജ പരസ്യം നൽകി വിദ്യാർത്ഥികളെ ആകർഷിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഇല്ലാത്ത കോഴ്സുകളുണ്ടെന്ന് പരസ്യം നൽകി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് ജയേഷ് തട്ടിയെടുത്തത് കോടികളാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ചില കോഴ്സുകൾക്ക് സർക്കാർ അനുവദിച്ചതിന്റെ ഇരട്ടിയിലധികം ഫീസ് ഈടാക്കി. പ്രതികരിച്ച വിദ്യാർത്ഥികളെ പുറത്താക്കി. ഇവർക്ക് 3 വർഷത്തെയും ഫീസ് ഈടാക്കിയാണ് രേഖകൾ തിരികെ നൽകിയത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവയെല്ലാം അട്ടിമറിച്ചതായും രക്ഷിതാക്കൾ പറയുന്നു. ഈ വിഷയം ആദ്യമേ ഉണ്ടായത് ഇവിടെയാണ്. ഇവരപ്പോൾ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് ഇവർ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ എല്ലാ നിലപാട് തിരിച്ചു. 1 മാസത്തിന് മുകളിലായി ഈ വിഷയം ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പോൾ കുട്ടികൾ കൊടുത്ത ഒരു പരാതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതോടെ സ്വന്തം ഭാവി അനിശ്ചിതത്വത്തിലായതിൻ്റെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. പിള്ളേരുടെ ഭാവി അവതാളത്തിലാവുമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഇപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇതിനെപ്പറ്റി മോശം അഭിപ്രായമാണ്. ഇപ്പം നമ്മൾ പല ജില്ലയിൽ നിന്നും ഇവിടെ ബന്ധപ്പെട്ടതാണ്. എന്താവും
ഇന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എറണാകുളത്ത് എഞ്ചിനീയറിംഗ് സീറ്റ് തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജയേഷും ഭാര്യ രാരിയും അറസ്റ്റിലായത്. സമാന തട്ടിപ്പുകൾ സംസ്ഥാന വ്യാപകമായി സംഘം നടത്തിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ അപാകത സംഭവിച്ചത് VC-യുടെ ഓഫീസിൽ നിന്ന്. ഇത് തെളിയിക്കുന്ന രേഖകളും പിഴവ് സംബന്ധിച്ച കൂടുതൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ഇതോടെ 17 സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ പിഴവ് സംഭവിച്ചുള്ളൂ എന്ന VC-യുടെ വാദം പൊളിയുകയാണ്. സർട്ടിഫിക്കറ്റ് പരിശോധനാ വിഭാഗത്തിൽ നിന്ന് നൽകുന്ന വൈറ്റ് പ്രിന്റ് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്നും പരിശോധനയ്ക്ക് വിധേയമാക്കി ഒറിജിനൽ പ്രിന്റ് എടുത്ത് VC-യുടെ ഒപ്പോടുകൂടി വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ് ഇപ്പോഴത്തെ രീതി. ആദ്യം പിഴവ് കണ്ടെത്തിയ 17 സർട്ടിഫിക്കറ്റുകൾ കൂടാതെ പിഴവ് സംഭവിച്ച 6 സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പാണ് പീപ്പിൾ ടിവി പുറത്തുവിടുന്നത്. നേരത്തെ സർട്ടിഫിക്കറ്റ് പരിശോധനാ വിഭാഗത്തിൽ നിന്നാണ് പിഴവുകൾ സംഭവിച്ചതെന്നായിരുന്നു VC-യുടെ വാദം. എന്നാൽ സർട്ടിഫിക്കറ്റിനകത്ത് ഗുരുതരമായ തെറ്റു കടന്നുകൂടിയത് VC-യുടെ ഓഫീസിൽ നിന്നാണെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. സൂക്ഷ്മ പരിശോധനാ വിഭാഗം 6/3/15 VC-യുടെ ഓഫീസിലേക്ക് അന്തിമ പരിശോധനയ്ക്ക് നൽകിയ ശ്രുതി വി ചന്ദ്രൻ എന്ന വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിന്റെ വൈറ്റ് പ്രിന്റ് പരിശോധിക്കുക. BSc നഴ്സിംഗ് എന്ന് വൈറ്റ് പ്രിന്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി VC ഒപ്പുവെച്ച ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണുക. കോഴ്സിന്റെ സ്ഥാനത്ത് BSc നഴ്സിംഗിന് പകരം MBBS കടന്നുകൂടി. ഇതോടെ തന്റെ ഓഫീസിൽ നിന്നല്ല പിഴവ് സംഭവിച്ചതെന്ന VC-യുടെ വാദം പൊളിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പിഴവ് സംഭവിച്ച 17 സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം പീപ്പിൾ ടിവി വാർത്ത പുറത്തുവിട്ടത്. നേരത്തെ വിവിധ സെക്ഷനുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രം ലഭിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാൻ ഇത്തവണ പരിശോധനാ നടപടികൾ വൈസ് ചാൻസലർ അബ്ദുൽ സലാം വെട്ടിച്ചുരുക്കിയിരുന്നു. VC-യുടെ ഈ നടപടി മൂലം സർവകലാശാലയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്തിയതിനു പുറമെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലായിരിക്കുകയാണ്. വിനിഷ വൃന്ദാവൻ, കോഴിക്കോട്. ദില്ലിയിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊണാട്ട് പ്ലേസിലെ ശങ്കർ മാർക്കറ്റിൽ ക്യാപിറ്റൽ കൊറിയേഴ്സ് എന്ന പേരിൽ കൊറിയർ സ്ഥാപനം നടത്തുന്ന ബിജു വർഗീസാണ് കൊല്ലപ്പെട്ടത്. ഇയാളെ അജ്ഞാതർ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് ബിജു വർഗീസ്. ദില്ലിയിലെ പ്രധാന വ്യാപാര മേഖലയായ കൊണാട്ട് പ്ലേസിലെ ശങ്കർ മാർക്കറ്റിൽ ക്യാപിറ്റൽ കൊറിയേഴ്സ് എന്ന കൊറിയർ സ്ഥാപനം നടത്തുന്നയാളാണ് കൊല്ലപ്പെട്ട ബിജു വർഗീസ്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ഓഫീസ് പൂട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ബിജുവിന് നേരെ ആക്രമണമുണ്ടായത്. 3 അംഗ സംഘം ബിജുവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. ബഹളം കേട്ട് സഹപ്രവർത്തകർ ഓടിയെത്തി തൊട്ടടുത്ത RML ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സഹപ്രവർത്തകർ പോലീസിന് നൽകിയ മൊഴി. നേരത്തെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ബിജുവിന്റെ 2 സഹപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ബിജുവിന്റെ മൃതശരീരം ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നാട്ടിലേക്ക് അയച്ചു. കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് കൊല്ലപ്പെട്ട ബിജു വർഗീസ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ 3 സാക്ഷികളെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ ദില്ലി പട്യാല കോടതിയുടെ അനുമതി. ദില്ലി പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. സുനന്ദ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ കോടതി വിലക്കിയിട്ടുണ്ട്. സുനന്ദ പുഷ്കർ കൊലപാതക കേസിലെ പ്രധാന സാക്ഷികളായ ശശി തരൂരിന്റെ ഡ്രൈവർ ബജ്രംഗി, വീട്ടുജോലിക്കാരൻ നരേൻ സിംഗ്, തരൂരിന്റെ സുഹൃത്ത് സഞ്ജയ് ധവാൻ എന്നിവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ദില്ലി പാട്യാല കോടതി അനുമതി നൽകിയത്. ബജ്രംഗി, നരേൻ സിംഗ് എന്നിവർ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു. ശശി തരൂരിന്റെ സുഹൃത്ത് സഞ്ജയ് ധവാൻ നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ തയ്യാറാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് സമ്മതിച്ചെങ്കിലും 3 സാക്ഷികളും കേസുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും നുണപരിശോധനയുടെ ആവശ്യമെന്താണെന്നും സാക്ഷികളുടെ അഭിഭാഷകൻ വാദിച്ചു. നുണപരിശോധനയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുൻപ് നടത്തിയ ചില നിരീക്ഷണങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു വാദം. സാക്ഷികളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും നുണപരിശോധന അനിവാര്യമാണെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. നുണപരിശോധന നടത്തുകയാണെങ്കിൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ വേണമെന്ന സാക്ഷികളുടെ അപേക്ഷ കോടതി അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആവശ്യമനുസരിച്ച് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിയാണ് കോടതി വാദം കേട്ടത്. ശശി തരൂരിന്റെ ഔദ്യോഗിക വസതിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് സുനന്ദ ഹോട്ടലിൽ താമസിച്ചതെന്ന തരൂരിന്റെ വീട്ടുജോലിക്കാരൻ നരേൻ സിംഗ് നൽകിയ മൊഴി തെറ്റാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സുനന്ദ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുംബൈയിലേക്കുള്ള യാത്ര റദ്ദാക്കി ദില്ലിയിലെത്തിയതിന്റെ കാരണം തരൂരിന്റെ സുഹൃത്ത് സഞ്ജയ് ധവാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മൊഴികളിലുള്ള ഈ അവ്യക്തതയും വൈരുദ്ധ്യവുമാണ് നുണപരിശോധന നടത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനത്തിനു പിന്നിൽ. പ്രധാന സാക്ഷികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക വഴി കേസിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ശശി തരൂരിന്റെ പങ്കുൾപ്പെടെയാണ് അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നത്.
ദില്ലിയിലെ പാട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം എം സന്തോഷ്. മന്ത്രി മുനീർ സഞ്ചരിച്ച കാർ തട്ടി അധ്യാപകൻ മരിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമം. സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചാണ് മന്ത്രി സഞ്ചരിച്ചിരുന്നത്. എന്നാൽ മണിക്കൂറുകൾ കഴിയും മുമ്പേ മന്ത്രി PJ ജോസഫിന്റെ കാർ തട്ടി 2 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം പേട്ടയിലാണ് സംഭവം നടന്നത്. ഇവരെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം വിട്ടയച്ചു. അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം അടൂരിൽ പിടിയിലായി. പിടിയിലായവർ വിദ്യാസമ്പന്നരാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനായി പണം കണ്ടെത്തുന്നതിനാണ് ഇവർ വാഹന മോഷണത്തിലേക്ക് തിരിഞ്ഞത്. പത്തനംതിട്ട പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിരിച്ച വലയിലാണ് അന്തർജില്ലാ വാഹന മോഷ്ടാക്കളുടെ സംഘം കുടുങ്ങിയത്. അടൂർ സ്വദേശികളായ 3 പേരാണ് അടൂർ പോലീസിന്റെ പിടിയിലായത്. മയക്കുമരുന്ന് അടിമകളായ പ്രതികൾ ആഡംബര ജീവിതത്തിനായാണ് മോഷണം നടത്തി വന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ബൈക്ക് മോഷണം അതുപോലെ തന്നെ അതിൽ നടന്ന് മാല പറിക്കുന്ന സംഘത്തിനാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹമാണ് ഈ വിവരം കിട്ടി നമ്മളെ അറിയിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് 12 ബൈക്കുകളും റിക്കവർ ചെയ്യാൻ സാധിച്ചു. അടൂർ സ്വദേശികളായ പ്രമോദ്, അനന്തു, നൂർനാട് സ്വദേശിയായ ഷൈജു എന്നിവരാണ് പോലീസ് പിടിയിലായത്. പിടിയിലായ പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അറസ്റ്റിലായ മാവോയിസ്റ്റുകൾക്കെതിരെ UAPA ചുമത്തി. കാട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തുമെന്ന് കേരള പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് രൂപേഷിന്റെ ഭാര്യ ഷൈന പറഞ്ഞു. എന്നാൽ പശ്ചിമഘട്ടത്തിലെ പോരാട്ടം തുടരുമെന്ന് മാവോയിസ്റ്റ് നേതാവ് രൂപേഷും വ്യക്തമാക്കി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ജൂൺ 10 വരെ റിമാൻഡ് ചെയ്തു. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. 3 മണിയോടെയാണ് രൂപേഷിനെയും ഭാര്യ ഷൈനയെയും കൊച്ചിയിലെത്തിച്ചത്. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് രൂപേഷും ഷൈനയും കോടതിക്കകത്തേക്ക് പോയത്. കേരള പോലീസ് ഒരുക്കിയ സുരക്ഷാ വലയത്തിന് നടുവിലൂടെ പോകവേ സായുധ പോരാട്ടം തുടരുമെന്ന് രൂപേഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തങ്ങളെ വധിക്കുമെന്ന് കേരള പോലീസ് ഭീഷണിപ്പെടുത്തിയതായി ഷൈന പറഞ്ഞു. ഇരുവരെയും അടുത്ത മാസം 10 വരെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി മറ്റന്നാൾ പരിഗണിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സജീവൻ പറഞ്ഞു. കസ്റ്റഡി ആയിട്ടുള്ള പെറ്റീഷൻ മറ്റന്ന് ഡേ ആഫ്റ്റർ ടുമോറോ പോസ്റ്റ് ചെയ്ത് ഹിയറിംഗിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു പരിഗണിക്കുന്നത്. കാരണം വന്നപ്പോൾ കോടതിയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ സമയം വൈകിയതുകൊണ്ടാണ്. മക്കളെ കാണണമെന്ന രൂപേഷിന്റെയും ഷൈനയുടെയും ആവശ്യപ്രകാരം ആമിയും സവേരിയും മാതാപിതാക്കളെ കാണാനായി കോടതിയിലെത്തിയിരുന്നു. കേരള പോലീസ് പറഞ്ഞത് കാട്ടിലോട്ട് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലും, വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുന്നതാണ് കേരള പോലീസ് അറിയിച്ചത്. തന്നെ രൂപേഷിനോടും അറിയിച്ചിട്ടുണ്ട് ഇവര്. കർണാടകയിലെ മാവോവാദി നേതാവ് മല്ലരാജ റെഡ്ഡിക്കും ഭാര്യയ്ക്കും അങ്കമാലിയിൽ താമസമൊരുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് രൂപേഷിനെയും ഷൈനയെയും കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയത്. ഇരുവരെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.